നമസ്കാരം, പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കൂട്ടായിൽ മത്സ്യബന്ധന ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന ഓല ഷെഡ് കത്തി നശിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം നടത്തി. ഇരുട്ടിന്റെ മറവിൽ കക്കൂസ് മാലിന്യം തള്ളിയെന്ന് പരാതി. BRC താനൂർ തെറാപ്പി സെന്ററിൽ പുതുവർഷം 2024 പാടിയും പറഞ്ഞും പരിപാടി ആഘോഷിച്ചു. അടിസ്ഥാന സൗകര്യ വികസനത്തിലും വ്യക്തിഗത ക്ഷേമ പ്രവർത്തനങ്ങളിലും രാജ്യത്ത് വലിയ മുന്നേറ്റങ്ങളാണ് 2014 മുതൽ ഉണ്ടായതെന്ന് ശ്രീ ധനഞ്ജയ് മഹാദിക് MP. താനൂർ ബോട്ട് ദുരന്തത്തിൽ രക്ഷപ്പെട്ടവർക്ക് ചികിത്സയ്ക്കായി മതിയായ സർക്കാർ സഹായം ലഭിച്ചില്ലെന്ന പരാതി. വിശദമായ വാർത്തകൾ. കൂട്ടായി സുൽത്താൻ ബീച്ചിൽ മത്സ്യബന്ധന ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന ഓല ഷെഡ് കത്തി നശിച്ചു. കൂട്ടായി സുൽത്താൻ ബീച്ചിലെ ബായാർ മുജമ്മവ് ഫൈബർ വെള്ളത്തിന്റെ മത്സ്യബന്ധന ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന ഓല ഷെഡാണ് കത്തി നശിച്ചത്. ബുധനാഴ്ച പുലർച്ചെ 2:30-ഓടെയാണ് സംഭവം നടന്നത്. കൂട്ടായി സുൽത്താൻ ബീച്ചിൽ മത്സ്യബന്ധന ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന ഓല ഷെഡ് കത്തി നശിച്ചു. കൂട്ടായി സുൽത്താൻ ബീച്ചിലെ ബായാർ മുജമ്മഹ് ഫൈബർ വെള്ളത്തിന്റെ മത്സ്യബന്ധന ഉപകരണങ്ങൾ സൂക്ഷിക്കുന്ന ഓല ഷെഡാണ് കത്തി നശിച്ചത്. ബുധനാഴ്ച പുലർച്ചെ 2:30-ഓടെയാണ് സംഭവം നടന്നത്. ഷെഡിലുണ്ടായിരുന്ന വലയും സീറ്റുകളും കത്തി നശിച്ചു. ഏകദേശം 3 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. ഷെഡ് കത്തി നശിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സമീപവാസികൾ തീയണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. ഇന്നലെ ഇവിടെ നടക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് നടന്നത്. സാമൂഹ്യ വിരുദ്ധർ വള്ളക്കാരുടെ വല വെക്കുന്ന ഒരു ഷെഡ് കത്തി നശിപ്പിച്ചു. അതിൽ കുറച്ച് വല, അതേപോലെ തന്നെ വള്ളക്കാരുടെ ഷീറ്റ്, അവരെ കുറേ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. ഒരു 3 ലക്ഷം റുപ്യ വില വരുന്ന സാധനം ആ ഷെഡിലുണ്ടായിരുന്നു. അത് കത്തിച്ച് നഷ്ടപ്പെടുത്തി. ഇവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. കാരണം നാട്ടിന് ഇത്തരം നടക്കാൻ പാടില്ലാത്ത കുറേ സംഭവങ്ങളാണ് ഈ കാലങ്ങളായിട്ട് നടന്നു വരുന്നത്. അതിനെ പ്രതിരോധിച്ച് നിർത്തേണ്ട ഒരു സാഹചര്യം കൂടി ഇതിൽ കാണുന്നുണ്ട്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ. വെട്ട ന്യൂസ് കൂട്ടായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ച് മംഗലം മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മംഗലമങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ച് മംഗലം മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മംഗലമങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രകടനത്തിന് സി സാക്കിബ്, എം മെഹ്ഫിൽ, മുഹമ്മദ് ആദിൽ, ആഖിൽ, ഷിബിൽ, ഷബീൽ, നാസിം, ആഷിഖ് കാവഞ്ചേരി, എ ബിജു, എം ദിനേശൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വെട്ടം ന്യൂസ് മംഗലം. ഇരുട്ടിന്റെ മറവിൽ കക്കൂസ് മാലിന്യം പുറത്തേക്ക് തള്ളുന്നത് സമീപത്തെ കുടുംബങ്ങൾക്ക് ഭീഷണിയാകുന്നതായി പരിസരവാസികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നന്നമ്പ്ര പഞ്ചായത്തിൽ കണ്ണന്തളിയിൽപ്പെട്ട സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ നിന്നും കൂടാതെ സമീപത്തെ താനൂർ നഗരസഭാ പരിധിയിലുള്ള നമ്പർ പോലുമില്ലാത്ത മറ്റൊരു കെട്ടിടത്തിൽ നിന്നുമാണ് റോഡരികിലെ തോട്ടിലേക്കും കക്കൂസ് മാലിന്യം തള്ളിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പരാതി. നന്നമ്പ്ര പഞ്ചായത്തിൽ കണ്ണന്തളിയിൽപ്പെട്ട സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തിൽ നിന്നും കൂടാതെ സമീപത്തെ താനൂർ നഗരസഭാ പരിധിയിലുള്ള നമ്പർ പോലുമില്ലാത്ത മറ്റൊരു കെട്ടിടത്തിൽ നിന്നുമാണ് റോഡരികിലെ തോട്ടിലേക്കും കക്കൂസ് മാലിന്യം തള്ളിക്കൊണ്ടിരിക്കുന്നതെന്ന് പരിസരവാസികൾ പ്രതികരിക്കാൻ തുടങ്ങിയതോടെ ഇരുട്ടിന്റെ മറവിൽ റോഡിനോട് ചേർന്ന് റിംഗ് ഇറക്കി ടാങ്ക് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അവർ പറഞ്ഞു. ഈ പ്രദേശത്ത് 56 കുടുംബങ്ങളാണ് താമസിക്കുന്നതെന്നും നിരവധി പേർ ഇത് കാരണം രോഗികളായി തീർന്നിരിക്കുകയാണെന്നും വർഷങ്ങളായി കക്കൂസ് മാലിന്യം റോഡരികിലുള്ള മഴവെള്ളം ഒഴുകാനുള്ള തോട് കയ്യേറി പൈപ്പ് ലൈനിലൂടെ പുറത്തേക്ക് പൊതുസ്ഥലത്തേക്ക് തള്ളുകയാണ്. ഈ പ്രദേശത്ത് 56 വീട്ടുകാർ താമസിച്ചു വരുന്നുണ്ട്. അധികം വീടുകളിലും രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്നും വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അവർ ഈ മാലിന്യങ്ങൾ തള്ളുകയാണ്. അതാണ് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ദുർഗന്ധം കൊണ്ട് ഞങ്ങളുടെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തോട് പൊതുവായിട്ട് തന്നെ അവിടെ നിലനിർത്തണം. ആ പൈപ്പ് ലൈനായി നിന്ന് ഒഴിവാക്കിയിട്ട്
അതിൻ്റെ പരിസരമൊക്കെ നല്ല വൃത്തിയായി കെട്ടി മുനിസിപ്പാലിറ്റിൻ്റെ ഭാഗത്തു നിന്നും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും അത് നന്നായി കെട്ടിയിട്ട് നല്ല ഭിത്തിയായി കെട്ടിയിട്ട് അതിൻ്റെ മേലെ നല്ല വണ്ടികളൊന്നും അങ്ങോട്ട് പോകാതിരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കണം. ആ തോട് എക്കാലത്തും അടുത്ത തലമുറക്കും എക്കാലത്തും അത് തോടായി തന്നെ നിലനിർത്തണം. അല്ലാതെ അതിലുണ്ടായ ഈ പൈപ്പ് ഉടനെ തന്നെ മാറ്റി ആ പൈപ്പ് ഒക്കെ അത്രയും കാലപ്പഴക്കമുള്ള 5-6 കൊല്ലം അതിലൂടെ മാലിന്യങ്ങൾ ഒഴുകിയാണ്. അത് നശിപ്പിക്കണം, അല്ലെങ്കിൽ രോഗങ്ങൾ പടരാൻ സാധ്യതയുണ്ട്. അതാണ് നമുക്ക് പറയാനുള്ളത്. ഇതിനെതിരെ കണ്ണന്തളി കളത്തിൽ അഷ്റഫ്, ജില്ലാ കളക്ടർ, മലപ്പുറം മലിനീകരണ നിയന്ത്രണ ബോർഡ്, വകുപ്പ് മന്ത്രി, താനൂർ നഗരസഭാ സെക്രട്ടറി, നന്നമ്പ്ര പഞ്ചായത്ത് സെക്രട്ടറി, താനൂർ പോലീസ് സ്റ്റേഷൻ എന്നീ ഓഫീസുകളിലേക്ക് പരാതി അയച്ചിട്ടുണ്ടെന്നും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കളത്തിൽ അഷ്റഫ്, പനയത്തിൽ അബ്ദുൾ ജലീൽ, ആലിങ്ങൽ ഷംസുദ്ദീൻ, കെ പുരുഷോത്തമർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വെട്ട ന്യൂസ്, താനൂർ. കേപുരം VR നായനാർ സ്മാരക ഗ്രന്ഥാലയം നവവത്സരോത്സവ പരിപാടിയുടെ ഭാഗമായി BRC താനൂർ തെറാപ്പി സെന്ററിൽ അവിടത്തെ കൂട്ടുകാരുമൊത്ത് പുതുവർഷം 2024 പാടിയും പറഞ്ഞും പരിപാടി ആഘോഷിച്ചു. VR നായനാർ സ്മാരക ഗ്രന്ഥാലയം സെക്രട്ടറി VV സത്യാനന്ദൻ കേക്ക് മുറിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു. അത് ഗവേണിംഗ് ബോർഡ് ഒന്നടങ്കം പാസ്സാക്കുകയും ഇങ്ങനെയൊരു സംരംഭം ഈ നവവത്സരത്തിൽ ചെയ്യുക എന്നത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ മഹാഭാഗ്യമായിട്ട് ഞങ്ങൾ കണക്കാക്കുകയും ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെയൊക്കെ കൂട്ടുകാരായിട്ടുള്ള, നമ്മൾ പറയും ഓട്ടിസം ബാധിച്ച കുട്ടികളെന്നൊക്കെ, ഇന്നീ ലോകത്ത് വികലാംഗരല്ലാതിരിക്കുന്നവരാരാണ്? ഇന്നീ ലോകത്ത് അസുഖമില്ലാത്തവർ ആയിട്ടുള്ളവരാരാണ്? എല്ലാവർക്കും ഉണ്ട് അസുഖം. എല്ലാവർക്കും അസുഖമുണ്ട്. ഞാനും അസുഖബാധിതനാണ്. നമ്മൾ ഓരോരുത്തരും അസുഖബാധിതരാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇങ്ങനെ പ്രത്യക്ഷത്തിൽ കാണുന്ന അസുഖമുണ്ട്. പക്ഷേ ഒരുപക്ഷെ ഇവർക്കൊക്കെ ആയിരിക്കും ഇന്ത്യയുടെ ശരാശരി ആയുസായിട്ടുള്ള 26,250 ദിവസത്തിനേക്കാളും കൂടുതൽ ചികിത്സ കിട്ടാം. സി മുഹമ്മദ് ഷാഫി അധ്യക്ഷനായി. PP ബാലകൃഷ്ണൻ മാഷ്, രാധ മാമ്പറ്റ, P മാധവൻ, CH സുഭദ്ര, പ്രദീപ് മാഷ്, BRC ഓട്ടിസം സെന്റർ സ്പെഷ്യൽ എഡ്യൂക്കേറ്റ്സ് തെറാപ്പിസ്റ്റുകൾ എന്നിവർ നേതൃത്വം നൽകി. BRC തെറാപ്പി സെന്ററിലെ കുട്ടികളും ഗായികമാരായ സാജിദ, ഫസീല റിയാസ് എന്നിവരും പാട്ടുകൾ പാടി പരിപാടി ശ്രദ്ധേയമാക്കി. BRC കോർഡിനേറ്റർ കുഞ്ഞികൃഷ്ണൻ സ്വാഗതവും BRC ട്രെയിനർ ഗിരിധർ VR നന്ദിയും പറഞ്ഞു. വെട്ടം ന്യൂസ്, താനൂർ. അടിസ്ഥാന സൗകര്യ വികസനത്തിലും വ്യക്തിഗത ക്ഷേമ പ്രവർത്തനങ്ങളിലും രാജ്യത്ത് വലിയ മുന്നേറ്റങ്ങളാണ് 2014 മുതൽ ഉണ്ടായതെന്ന് ശ്രീ ധനഞ്ജയ് മഹാദിക് MP പറഞ്ഞു. മലപ്പുറം ജില്ലയിലെ വളവന്നൂർ ഗ്രാമപഞ്ചായത്ത് വികസിത് ഭാരത് സങ്കൽപ് യാത്ര ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധങ്ങളായ കേന്ദ്ര പദ്ധതികൾ രാജ്യത്തെ ഏറ്റവും സാധാരണക്കാരുടെ ജീവിതത്തിന് കൈത്താങ്ങായി മാറുന്ന കാഴ്ചയാണ് എങ്ങും കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ രാജ്യത്തിനുണ്ടായ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം തന്നെ ഇതിന് നിദാനമാണ്. 2014 മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം 350 മാത്രമായിരുന്നിടത്ത് ഇന്നത് 90,000 വർദ്ധിച്ചിരിക്കുന്നു. ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കുമ്പോൾ തന്നെ ഗവൺമെന്റ് കരുതലും ക്ഷേമവും ആരംഭിക്കുകയാണ്. മാതൃവന്ദനം മുതൽ വിവിധങ്ങളായ പദ്ധതികളിലൂടെ ഓരോരുത്തരുടെയും ജീവിത വിജയം ഉറപ്പാക്കുകയും അതുവഴി രാജ്യത്തിന്റെ വികസന സങ്കല്പം മറ്റൊരു തലത്തിലേക്ക് മാറ്റിയെടുക്കപ്പെടുകയും ചെയ്യുന്ന മഹാദൗത്യം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് വിജയത്തിലെത്തിച്ചിരിക്കുന്നു. സ്ത്രീകളും കുട്ടികളും കർഷകരും കർഷക തൊഴിലാളികളും അടങ്ങുന്ന സമൂഹത്തിലെ നാനാതുറയിലുള്ളവരും ഇന്ന് വലിയ പ്രതീക്ഷയിലാണ്. ഓരോരുത്തരുടെയും സ്വപ്നങ്ങളിലെ ഇന്ത്യ യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമം പൗരന്മാർ ഒറ്റക്കെട്ടായി ഏറ്റെടുക്കണമെന്നും ധനഞ്ജയ് മഹാദിക് പറഞ്ഞു. That our Bharat is marching towards Vikasit Bharat. Earlier, you must be contesting and you must be voting in elections since we are voting since 70 years. Every election we used to have one agenda or what we can call manifesto. BJP മലപ്പുറം ജില്ലാ പ്രസിഡന്റ് രവി തെലേത്ത്, ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, MA ടിറ്റൻ തുടങ്ങിയവർ സംസാരിച്ചു. VBSY ഇപ്പോൾ തിരുനാവായ പഞ്ചായത്തിൽ പര്യടനം നടത്തി. വെട്ട ന്യൂസ്, തിരൂർ. താനൂർ ബോട്ട് ദുരന്തത്തിൽ രക്ഷപ്പെട്ടവർക്ക് ചികിത്സയ്ക്കായി മതിയായ സർക്കാർ സഹായം ലഭിച്ചില്ലെന്ന് പരാതി. ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരിൽ പലരും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുകയാണ്.
കഴിഞ്ഞ മെയ് 7-നാണ് നാടിനെ നടുക്കിയ ആ ദുരന്തമുണ്ടായത്. താനൂർ തൂവൽ തീരത്ത് അറ്റ്ലാന്റിക് ബോട്ട് മുങ്ങിയുണ്ടായ അപകടത്തിൽ 22 ജീവനുകളാണ് പൊലിഞ്ഞത്. കഴിഞ്ഞ മെയ് 7-നാണ് നാടിനെ നടുക്കിയ ആ ദുരന്തമുണ്ടായത്. താനൂർ തൂവൽ തീരത്ത് അറ്റ്ലാന്റിക് എന്ന ബോട്ടിനൊപ്പം മുങ്ങിപ്പോയത് 22 മനുഷ്യരാണ്. രക്ഷപ്പെട്ടവരിൽ പലർക്കും ഗുരുതരമായ ആരോഗ്യ പ്രതിസന്ധി. സംഭവം നടന്ന ദിവസങ്ങൾക്കകം ദുരന്തത്തിന് കാരണക്കാരായവരെ ശിക്ഷിച്ചെങ്കിലും ദുരന്തത്തിൽ രക്ഷപ്പെട്ടവരിൽ മതിയായ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാവാതെ ദുരിതം പേറുകയാണ് 1.5 വയസ്സുകാരി ആയിഷ മെഹറിൻ. താനൂർ തൂവൽ തീരത്തെ ബോട്ട് ദുരന്തത്തിൽ മുങ്ങിപ്പൊലിഞ്ഞത് ആയിഷ മെഹറിന്റെ കൊഞ്ചിക്കൊഞ്ചിയുള്ള വർത്തമാനങ്ങളാണ്. വള്ളിക്കുന്ന് അരിയല്ലൂരിലെ കുഞ്ഞാലകത്ത് മൻസൂർ എന്ന കോൺക്രീറ്റ് തൊഴിലാളിയുടെ മകളാണ് 1.5 വയസ്സുകാരി ആയിഷ മെഹറിൻ. അതിലിപ്പോൾ വൈഫും മോളും പിന്നെ അളിയൻ്റെ ഒരു 2 മക്കളും രക്ഷപ്പെട്ടു. മൊത്തം 4 പേര് രക്ഷപ്പെട്ടു. മൊത്തം 16 പേരുണ്ടായിരുന്നു. അതിൽ 4 പേര് രക്ഷപ്പെട്ടു. 11 പേര് അവിടെ നിൽക്കാൻ പോയതാണ്. അവിടെ നിന്ന് സന്ദേശിച്ചു 11 ആള് 15 പേരിൽ 4 പേര് രക്ഷപ്പെട്ടു. ഇതിൻ്റെ ആങ്ങളുടെ ഭാര്യമാരും അവരുടെ കുട്ടികളും. കുട്ടിൻ്റെ സ്ഥിതി തലച്ചോറ്റിൽ വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ടായതുകൊണ്ട് ബുദ്ധി ഇതായിപ്പോയി, ഡൗണായിപ്പോയി. മൊത്തത്തിൽ ആള് സംസാരിച്ച ആളായിരുന്നു. പെട്ടെന്നായിട്ട് മൊത്തത്തിൽ ഒറ്റ ഡൗണായിപ്പോയി. നടത്തുകയൊന്നുമില്ല. അപ്പോൾ ഡെയിലി തെറാപ്പി കാര്യങ്ങളൊക്കെ ആയിട്ട് ചികിത്സ നമ്മൾ സ്വന്തമായിട്ട് വയ്ക്കും. സർക്കാരിൻ്റെ ഭാഗത്ത് കിട്ടിയിട്ടില്ല എന്നല്ല, സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നു. ഡിസ്ചാർജ് കഴിഞ്ഞിട്ട് പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ നമ്മളായിരുന്നു. വയസ്സിന് കുഴപ്പമില്ല. മോളുടെ കാര്യം ഒരുപാട് കാലത്തിന് ശേഷം ഉണ്ടായതാണ്. 12 വർഷത്തിന് ശേഷം ഉണ്ടായ കുഞ്ഞാണ്. ഒരൊറ്റ മോളാണ്. ആയിഷ മെഹറിൻ ഉമ്മ നുസ്രത്തിന്റെ വീട്ടിലേക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ പോയതായിരുന്നു. നുസ്രത്തും ബോട്ടപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരിൽ പെടും. ഏറെ ചികിത്സയ്ക്ക് ശേഷമാണ് നുസ്രത്തിന് ജീവൻ തിരിച്ചു കിട്ടിയത്. നുസ്രത്തിന്റെ കുടുംബത്തിലെ 11 പേരാണ് ബോട്ടപകടത്തിൽ മരിച്ചത്. അന്ന് താനൂർ ബോട്ടപകടത്തിൽ എൻ്റെ മരുമകളും കുട്ടി ഈ ബോട്ടിൽപ്പെട്ട് ബോട്ട് മറിഞ്ഞ് അതിലന്ന് കുട്ടീനെയും അവളെയും മരുമകളെയും ഇവിടെ കൊണ്ടുപോയി കോട്ടക്കൽ മിക്സിയിലേക്ക് കൊണ്ടുപോയി. അവിടുന്ന് പിന്നെ 2 ആളെ ചികിത്സ നടത്തി. അത് അവിടുത്തെ അതിൻ്റെ ഓണറാണ് അതിൻ്റെ എല്ലാ ചിലവും വഹിച്ചത്. അങ്ങനെ അതിന് ശേഷം പിന്നെ തിരുരങ്ങാടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. അവിടുന്ന് പിന്നെ പറഞ്ഞ് പിന്നെ ഇതിൻ്റെ ചികിത്സ വേറെ നടത്തണം, വിദഗ്ധ ചികിത്സ നടത്തണം എന്ന് എറണാകുളം അമൃതയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ അമൃതയിൽ കൊണ്ടുപോയി അവിടുന്ന് ചിലവ് നമ്മളെ കയ്യിൽ നിന്ന് ചിലവാക്കി. പിന്നീട് അതിന് 10-15,000 രൂപ അവിടെ ചിലവായത് സർക്കാർ തന്നു, ഇതിൽ കിട്ടി. പിന്നെ അതിന് ശേഷം പിന്നെ കോഴിക്കോട് മിക്സിയിലാണ് ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. മാസം 5,000 രൂപ.
എല്ലാ മാസങ്ങളിലും 5000 ചിലവാകും. അവനെപ്പോഴേ നാളെ കൊണ്ടുപോകാൻ. അപ്പം വില്ലേജിൽ നിന്ന് ഈ കടലാസ് വന്നില്ല, നവകേരള മാർച്ചിൽ കൊടുത്തിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇട്ടിട്ടുണ്ട്. വില്ലേജ് ഓഫീസർ പറഞ്ഞു ഇങ്ങനെ സംഭവിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്തു. ഡോക്ടറെ കൊണ്ടുപോയിട്ട് ഇനിയിപ്പോൾ അത് വാങ്ങിക്കൊണ്ട്. ആയിഷ മെഹറിന് പ്രതിമാസം 5000-ലധികം രൂപയാണ് ചികിത്സാ ചെലവ് വരുന്നത്. അപകടം നടന്നയുടനെയുള്ള അമൃത ഹോസ്പിറ്റലിലെ ചിലവ് മാത്രമാണ് സർക്കാർ വഹിച്ചത്. നവകേരള സദസ്സിൽ കൊടുത്ത അപേക്ഷയിന്മേലുള്ള നടപടിയിലാണ് കുടുംബത്തിന് ഏറെ പ്രതീക്ഷ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.